സൈനോര ഈ തലശ്ശേരിക്കാരിയും കൂടെ ആയതുകൊണ്ട് കണ്ണൂരുകാരും കൂടെ ആയതുകൊണ്ട് ഇങ്ങോട്ട് അങ്ങ് പോകുന്നു ഈ സിനിമയിലേക്ക്. സത്യം പറഞ്ഞാൽ എന്തിനാ അടുത്തെന്ന് പോലും എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരു കോള് വന്നു, എൻ്റെ കസിൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ട് സൈച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ വന്ന്. ഞാനും ഇവിടെ നമ്മൾ പക്ഷെ കോമ്പിനേഷൻ ഷോട്ട് ഇല്ല, നമ്മൾ ഒരുമിച്ചിട്ട് ഇതുവരെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് സീൻ. അതെ, ഒരുമിച്ചിട്ട് സീൻസ് ഉണ്ട്. ഒരുമിച്ച് ഒരു റൂമിലല്ല, പക്ഷെ അതെ 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 ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ മീൻ ഷൂട്ടിന് വന്നിട്ട് ആദ്യം തന്നെ വന്നിട്ട് മറ്റേ ഓക്കെ ഡയലോഗ് പറഞ്ഞിട്ട് മറ്റേ എന്താണ് സ്റ്റാർട്ട് ആക്ഷൻ കട്ട് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പേടിച്ചു, എന്ത് പോയി. കയറി ആളുകൾ കയ്യിലെടുക്കുന്ന പോലെ അല്ല 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 പക്ഷെ സായ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അല്ല രസമായിട്ടുണ്ട് എന്നാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്. ഡബ് ചെയ്തപ്പോൾ ആക്ച്വലി സായ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡിയോ എക്സ്പീരിയൻസ് സായക്കുള്ളതുകൊണ്ട് ഡബിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ കുറെ. ആക്ടിങ് എക്സ്പീരിയൻസ് ഇതിന് മുമ്പ് ഒരു തവണ ഉണ്ടായിട്ടുള്ളൂ, വണ്ടർ വിമന്റെ മാത്രം. ഇതുകൊണ്ട് ഡബിങ് ചെയ്തിട്ടുണ്ടല്ലോ. ഡബിങ് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റുഡിയോ എക്സ്പീരിയൻസ് വലുതാണല്ലോ, പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിൽ. ഇതിൽ അഭിനയത്തിലേക്ക് ചൂട് ഇങ്ങനെ പിടിക്കാനാണല്ലോ നമ്മളൊരു സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഡയറക്ടറായി ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. നടക്കണ്ടേ, സ്വിച്ചിട്ടാ നടക്കുമല്ലോ, അതിൻ്റെതായിട്ട് സമയമുണ്ട്. പിന്നെ കുറച്ചും കൂടി എല്ലാം സെറ്റായിട്ട് ഒരു സിനിമ ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. ഒരു ഡയറക്ടർ എന്ന നില, നിങ്ങൾ രണ്ട് ഡയറക്ടർമാരാണ് അഭിനയിക്കുന്നുണ്ട്. ഒരു ഡയറക്ടർ എന്ന നില മൃദുലിന് ഏറ്റവും ഇഷ്ടം ഡയറക്ഷനാണോ അഭിനയമാണോ? എനിക്ക് ഡയറക്ഷനാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ അഭിനയിച്ചേ, എല്ലാവരും കാര്യം കൈ പിടിച്ച് കുറച്ച് ചാൻസ് ഒക്കെ നേരത്തെ ചോദിച്ചാൽ. ഡയറക്ഷൻ ആണ് താല്പര്യം. ഈ അഭിനയിക്കാൻ പോകുമ്പോൾ ഉള്ള സുഖം വേറെയാണ് അല്ലേ? ഇല്ല, ബുദ്ധിമുട്ടുണ്ട്. അല്ല, അഭിനയിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയില്ല. എങ്കിലും രാവിലെ എഴുന്നേറ്റ് പോകണ്ട, സീനിന്റെ സമയത്ത് പോയാൽ മതി. ചെയ്യുമ്പോ നമ്മളിപ്പം ഇതിൽ ഞാനൊരു പോലീസുകാരനായിട്ടായിരുന്നു. അപ്പൊ ആദ്യത്തെ 2 ദിവസം ഇതിന്റെ അസോസിയേറ്റ് വന്നിട്ട് നിങ്ങളെ ബോഡി ലാംഗ്വേജ് ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ എന്നെ രാവിലെ തന്നെ അവൻ ഡിമോട്ടിവേറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് അയ്യോ ഇത് വേണമായിരുന്നു. അങ്ങനെ അതിന്റെ ഇതുണ്ട് നമുക്ക് അത്ര ഒരു കേക്ക് വാക്ക് ഒന്നല്ല, എനിക്കല്ല. ഞാനത് വളരെ ഡയലോഗ് എനിക്കിപ്പം ഞാൻ വിനീതമായിട്ടുള്ള കോമ്പിനേഷനിലൊക്കെ എനിക്കിപ്പം അയ്യോ എന്റെ ഡയലോഗ് തെറ്റിയ ഇയാളും കൂടി വീണ്ടും ഒരു റീടേക്ക് എടുക്കേണ്ടി വരും. നമുക്കറിയാം റീടേക്ക് എടുക്കുന്ന വലിയ തെറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇവൻച്വലി അത് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നാത്താൻ കേസ് ഓടിന് ശേഷമാണ് എനിക്ക് ആക്ച്വലി അഭിനയിക്കാൻ ഇഷ്ടം. തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ മാക്സിമം ഒഴിവാകാൻ നോക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ സെറ്റ് അല്ല, ആ സിനിമയാണല്ലോ അങ്ങനെ ഒരു അഭിനയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെന്ന് തിരിച്ചറിയാൻ പറ്റിയ സിനിമ അത് തന്നെയാണല്ലോ. ആ സിനിമയിലെ റോളാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പ് ഞാൻ കുറെ പക്ഷെ അതാണ് ആ സിനിമയിലെ റോളാണ്, ആ ക്യാരക്ടറാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടത്. ആ റോള് ഞാൻ കഴിയുന്നത് മാക്സിമം അതിന്റെ ഡയറക്ടറിനോട് ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ വേറെ ഒരാളെ സജസ്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയായിരുന്നു. അപ്പം ഡയറക്ടർ വിളിച്ചോണ്ട് ചാക്കോച്ചൻ താൻ തന്നെ ചെയ്താൽ മതി, അങ്ങനെ പോയി ചെയ്താ. അപ്പൊ ഈ കഥ കേട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഥ കേട്ടപ്പോൾ പിന്നീട് നമുക്ക് വിശ്വാസമായല്ലോ. ഈ കഥ കേട്ടിയപ്പം ഒരു പോലീസ് ഓഫീസറാണ്. ഈ സിനിമയുടെ ഒരു യാത്ര വേറെ രീതിക്കാണ്. ഇത് നമ്മൾ എല്ലാം കാണുന്ന പല ടൈപ്പ് കാണുന്ന സിനിമയിൽ വ്യത്യസ്തമാണ് ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ തോന്നുന്നത്? മൊത്തത്തിൽ സബ്ജക്ട് കേൾക്കുള്ളൂ, മോഹൻ ചേട്ടൻ പറയുകയും ചെയ്യും, മൊത്തം സബ്ജക്ട് പറയുകയും ചെയ്യും. എന്നെ ആദ്യം വിളിച്ചത് വിനീതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വിനീതിന്റെ സിനിമയിലോ അങ്ങനെ എന്തോ വേറെന്തോ പരിപാടിക്കാ വിളിച്ചതെന്ന് ആദ്യം വിചാരിച്ചത്. ചിലപ്പം വിനീത് ചെയ്യുന്ന പടത്തിലോ അങ്ങനെ ഇങ്ങനെ ഒരു പടം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാത്താൻ കേസൂട്ടിൽ അടിപൊളിയായിരുന്നു അതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ പോയതിനു ശേഷം ഞാൻ മീറ്റ് ചെയ്യുന്ന 2 പേര് മോഹൻ സാർ കഥ പറയുമ്പോഴും ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് രാകേഷ് ഏട്ടൻ. അപ്പം ഈ സിനിമയിൽ ഒരുപാട് ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഞാൻ ഇല്ലാത്ത സീനിലും ഞാൻ അവിടെ പോയി ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരെടുക്കും. ഇപ്പൊ നമ്മുടെ സീനിലാണെങ്കിലും ഇങ്ങനെ പറഞ്ഞോട്ടെ അങ്ങനെ ഒരുപാട് ഫ്രീഡം കിട്ടിയ ഒരു ഹോം സെറ്റ് ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അവരെനിക്ക് ഫാമിലി പോലെയാണ്. രാകേഷ് ഏട്ടനും ആഴ്ചയിൽ 2 ദിവസം നമ്മൾ മീറ്റ് ചെയ്യും. അപ്പം ഈ ഒരു ഫാക്ടറൊക്കെ ഉണ്ടായിരുന്നു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.